ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗേറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കറിയാം കാസ്റ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ത് ഗേറ്റിംഗ് സിസ്റ്റം എന്നത്. അപ്പൊ എന്താണ് ഗേറ്റിംഗ് സിസ്റ്റം, എന്താണ് ഗേറ്റിംഗ് സിസ്റ്റത്തിൽ കാസ്റ്റിംഗിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ റിക്വയർമെന്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ? ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോൾഡ് കാവിറ്റിയിലേക്ക് പ്രോപ്പറായിട്ട് മോൾട്ട മെറ്റലി, അതായത് ടെമ്പറേച്ചറിൽ കുറവൊന്നുമില്ലാതെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എക്സസ് ആയിട്ട് ലോസ് ആവാതെ, ടർബുലൻസ് കുറച്ച്, അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ മോൾട്ടർ മെറ്റൽ പ്രോപ്പറായിട്ട് മോൾഡ് കാവിറ്റിയിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് should ensure proper distribution of molten metal without excessive temperature loss, turbulence, gas entrapping and slags. അതായത് എക്സസീവ് ടെമ്പറേച്ചർ ലോസ് ഇല്ലാതെ, ടർബുലൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ അൺവാണ്ടഡ് ഗ്യാസ് എൻട്രാപ്പ് ചെയ്യാതെ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് മോൾട്ടൺ മെറ്റൽ മോൾഡ് കാവിറ്റിയിലേക്ക് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒരുപാട് സ്ലോയില് ഫില്ല് ചെയ്ത് എന്ത് സംഭവിക്കും? മോൾട്ടൺ മെറ്റൽ ഒരുപാട് സ്ലോയില് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? അതായത് മോൾഡ് കാവിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നതിനേക്കാൾ മുന്നേ മോൾഡ് കാവിറ്റിന്റെ പാർട്ടുകൾ സോളിഡിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഒരുപാട് സ്പീഡിൽ പ്യൂർ ചെയ്ത് എന്ത് സംഭവിക്കും? സ്പീഡിൽ പ്യൂർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടർബുലൻസ് ഉണ്ടാവും, മോൾഡ് കാവിറ്റിയുടെ പാർട്ടുകൾ ഇറോഡ് ചെയ്യാൻ തുടങ്ങും, അവിടെയും ഡിഫക്റ്റീവ് കാസ്റ്റിംഗ് ഉണ്ടാവും. ഒരുപാട് സ്ലോയില് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാതെ കോൾഡ് ഷട്ട് അതുപോലെയുള്ള പിന്നെ റാറ്റൈൽ പോലെയുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സ്പീഡിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇറോഡ് ചെയ്തിട്ട് അതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഉണ്ടാവുക. അപ്പം വളരെ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം എന്ത് ഗേറ്റിംഗിന്റെ. അതുകൊണ്ട് തന്നെ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാസ്റ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗേറ്റിംഗ് സിസ്റ്റം. അപ്പം ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സിൽ വരുന്നതാണ് പ്യൂറിംഗ് ബേസിൻ. ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഗേറ്റിംഗ് സിസ്റ്റം. അതില് ഈ പാർട്ടാണ് പ്യൂറിംഗ് ബേസിൻ. പിന്നെ സ്പ്രൂ, അതായത് പ്യൂറിംഗ് ബേസിനിൽ നമ്മൾ ലാഡിൽ നിന്ന് പ്യൂർ ചെയ്യുന്ന മെറ്റല് താഴെ റണ്ണറിലേക്ക് ഫീഡ് ചെയ്യുന്ന, മോൾഡ് കാവിറ്റിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി റണ്ണറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഈ ഒരു വെർട്ടിക്കൽ പോർഷനാണ് നമ്മൾ സ്പ്രൂ എന്ന് പറയുന്നത്. സ്പ്രൂവിന്റെ ഈ ഒരു ബോട്ടം പാർട്ടാണ് സ്പ്രൂ ബേസ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലാഷ് കോർ എന്നൊക്കെ പറയുന്ന പാർട്ട്. നെക്സ്റ്റ് റണ്ണർ, അതായത് സ്പ്രൂ ബേസിൽ നിന്ന് ഗേറ്റിലേക്ക് മോട്ടർ മെറ്റൽ പാസ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ റണ്ണർ എന്ന് പറയുന്നത്. പിന്നെ സ്കിം ബോബ് എന്ന് വെച്ചാൽ റണ്ണറിൽ തന്നെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന എൻലാർജ്ഡ് ഏരിയ ആണ് സ്കിം ബോബ്. അതുപോലെ നെക്സ്റ്റ് ഗേറ്റ്, മോൾഡ് കാവിറ്റിയിലേക്ക് റണ്ണറിന് മോൾഡ് കാവിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഗേറ്റ് അല്ലെങ്കിൽ ഇൻഗേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോക്ക്, റൈസർ എന്ന് പറയുന്ന പാർട്ട്, അതായത് മോൾഡ് കാവിറ്റിയിൽ ശ്രിങ്കേജ് എലമെന്റ്സ്, വോളിയം ശ്രിങ്കേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിമെന്റ്സ് ആണ് റൈസർ. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ എലിമെന്റ്സും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് പ്യൂറിംഗ് ബേസിൻ. പ്യൂറിംഗ് ബേസിൽ നമുക്കറിയാം ഈ ഒരു പാർട്ട്, ടോപ്പ് പാർട്ട്, സ്ക്രൂവിന്റെ മേലുള്ള ഈ ഒരു ടോപ്പ് പാർട്ട് പ്യൂറിംഗ് ബേസിൻ. ഈ ലാഡിൽ നിന്ന് നമ്മൾ മോൾട്ടൺ മെറ്റൽ പ്യൂറിംഗ് ബേസിനിലാണ് ഫില്ല് ചെയ്യുന്നത്. അവിടുന്നാണ് എന്ത് സ്ക്രൂവിലേക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്യൂറിംഗ് ബേസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ പ്യൂറിംഗ് ഹെഡ് ത്രൂ ദ വെയർ ആൻഡ് ഹോൾഡ് ബാക്ക് സ്ലാഗ് ആൻഡ് ഡെഡ് വിച്ച് ഫ്ലോ ഫ്രോം ദ സർഫസ് ഓഫ് മോൾട്ടൺ മെറ്റൽ. അതായത് ഈ ഒരു സ്ക്രൂവിലേക്ക് മെയിൻറ്റെയിൻ ആയിട്ട് ത്രൂ ഔട്ട് ഒരു പ്രോപ്പർ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? മോൾട്ടൺ മെറ്റലിന്റെ ഫ്ലോ കൊടുക്കുക. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഡേർട്ട് അല്ലെങ്കിൽ സ്ലാഗുകളൊക്കെ റിമൂവ് ചെയ്യുന്ന എവിടുന്നാണ്? പ്യൂറിംഗ് ബേസിനാണ്. അപ്പൊ പ്യൂറിംഗ് ബേസിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ച ഇതുപോലെയാണ് പ്യൂറിംഗ് ബേസിന്റെ ഷേപ്പ് ഉണ്ടാവുക. ഇതിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് സ്ക്രൂവിന്റെ എൻട്രൻസിന്റെ ഡയമീറ്റർ D ആണെങ്കിൽ ഈ പ്യൂറിംഗ് ബേസിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഒപ്റ്റിമം ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റിക്വയർഡ് ഡെപ്ത് എന്ന് പറയുന്നത് 2.5 D ആയിരിക്കും. ഇതൊരു ബേസിൻ പോലെ ആക്ട് ചെയ്യും. അതുപോലെ ഇവിടെ ഒരു വെയർ ഷേപ്പ്, അതായത് ഒരു 25 R ഡയമീറ്ററിൽ ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ ലിക്വിഡ് ഹോൾഡ് ചെയ്ത് ഒരു പ്രോപ്പർ ഹെഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്ക്രൂവിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ, ഈ മോൾട്ടൺ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ
ഫിൽട്ടർ ചെയ്തിട്ട് പ്യുവർ മെറ്റൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്യൂറിംഗ് ബേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എലിമെന്റ് ആണ് സ്പ്രൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ് എന്ത് സ്പ്രൂ എന്ന് പറയുന്നത്. അതായത് ഒരു വെർട്ടിക്കൽ പാസേജ് പ്യൂറിംഗ് ബേസിൽ നിന്ന് റണ്ണറിലേക്ക് അല്ലെങ്കിൽ മോൾഡ് കാവിറ്റിയിലേക്ക് മെറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ ഫ്ലോ എൻഷുർ ചെയ്യുന്ന ഒരു പാസേജ് വേ ആണ് എന്ത് സ്പ്രൂ എന്ന് പറയുന്നത്. ഈ ഒരു വെർട്ടിക്കൽ പാർട്ടാണ് എന്ത് സ്പ്രൂ. ഈ ഫിഗറിൽ കാണിച്ച വെർട്ടിക്കൽ പാർട്ട്, അതായത് പ്യൂറിംഗ് ബേസിൽ നിന്ന് എവിടത്തേക്ക് റണ്ണറിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ മെറ്റല് ഫ്ലോ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോൾഡ് കാവിറ്റിന്റെ എൻട്രൻസിലേക്ക് മോൾട്ടൺ മെറ്റല് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പ്രൂവിന്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാറുണ്ട്. അതായത് സ്പ്രൂവിന്റെ ഡിസൈൻ അല്ലെങ്കിൽ സ്പ്രൂവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടാപ്പേർഡ് ഷേപ്പ് ആയിരിക്കും. കോമൺ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് ടാപ്പേർഡ് ഷേപ്പാണ് കോമൺ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്പ്രൂ ആണെങ്കിലും ഗേറ്റിംഗ് സിസ്റ്റം ത്രൂ ഔട്ട്, അതായത് റണ്ണറും ഗേറ്റ്സും ഒക്കെ ആണെങ്കിൽ തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബെർണോളിസ് തിയറം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ്. അങ്ങനെ ബെർണോളിസ് തിയറത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്പ്രൂവിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഗേറ്റിംഗ് സിസ്റ്റം ടോട്ടലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്രൂവിന്റെ കേസിൽ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ സ്പ്രൂ എന്ന് വിചാരിക്കുക. ഇത് പ്യൂറിംഗ് ബേസിനാണ്, അതിന്റെ താഴെ സ്പ്രൂ. അപ്പോൾ പ്യൂറിംഗ് ബേസിനിലെ ഏറ്റവും ടോപ്പ് പാർട്ട്, നമ്മുടെ മെറ്റലിന്റെ ഏറ്റവും ടോപ്പ് പാർട്ട് എന്നാണ് 1 എന്നുള്ള പോയിന്റ്. സ്പ്രൂവിന്റെ എൻട്രൻസ് ആണ് 2 എന്നുള്ള പോയിന്റ്. സ്പ്രൂവിന്റെ എക്സിറ്റ് അല്ലെങ്കിൽ നമ്മുടെ റണ്ണറിലേക്കുള്ള എൻട്രൻസിന് തൊട്ട് മുന്നേയുള്ള പോയിന്റ് ആണിത് ഈ 3 എന്നുള്ള പോയിന്റ് എന്ന് വിചാരിക്കും. അപ്പം ഇത് 3 ഈ 3 എന്നുള്ള പോയിന്റിൽ നിന്ന് 1ലേക്കുള്ള ഹൈറ്റ് ആണ് HT അല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡ്. ഇവിടെ 2 എന്നുള്ള പോയിന്റിലേക്ക് ഞാൻ HB എന്ന് കൊടുക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള 1നും 2നും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് HA. അപ്പോൾ നമ്മൾ ഈ 1നും 2നും കറസ്പോണ്ടിങ് ആൻസർ അവിടെ എനർജി ബാലൻസ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H1 plus V1 square by 2G plus P1 by rho G is equal to H3 plus V3 square by 2G plus P3 by rho G എന്ന് കിട്ടും. അതാണ് ബെർണോളിക് ഇക്വേഷൻ 2 പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 പോയിന്റുകളും 1 ഉം 3 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ P by rho G എന്ന് പറയുന്നത് എന്തായിരിക്കും? P by rho G 0 ആയിട്ട് എടുക്കാം, P3 by rho G, P1 by rho G 0 ആയിട്ട് എടുക്കാം, P3 by rho G 0 എടുക്കാം. ഇനി ഇനീഷ്യൽ പോയിന്റ് 1 എന്നുള്ള പോയിന്റ് എന്താണ്? V1 0 ആണ്. അതായത് മോട്ടർ മെറ്റൽ പ്യൂർ ചെയ്തിരിക്കുന്ന ആ V1 0 ആണ്. അതുപോലെ തന്നെ H3 ഈ പോയിന്റിലുള്ള ഹെഡ് H3 എന്നുള്ള ഹെഡ് എന്തായിരിക്കും? ഡാറ്റ പോയിന്റ് ആണ്, അത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? V3 is equal to root 2G into V3 is equal to root 2G into H1 അല്ലെങ്കിൽ ഈ കേസിലാണ് HT എന്ന് എഴുതാം. V3 is equal to root 2G HT. അതാണ് എന്ത് ഈ 3 എന്നുള്ള പോയിന്റിൽ നമ്മുടെ മോൾട്ടൺ മെറ്റലിന്റെ വെലോസിറ്റി. കറസ്പോണ്ടിങ് 2 എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? 2 എന്നുള്ള പോയിന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 എന്നുള്ള പോയിന്റിൽ കറസ്പോണ്ടിങ് 2 എന്നുള്ള പോയിന്റിൽ V2 is equal to root 2G HT minus HB എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? root 2G HA എന്ന് കിട്ടും ഈ V2 എന്നുള്ള പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ത്രൂ ഔട്ട് സ്പ്രൂവിലൂടെയുള്ള ഈ 1ലൂടെയുള്ള 2ലൂടെയുള്ള ഫ്ലോയും 3ലൂടെയുള്ള ഫ്ലോ എന്താണ്? ഫ്ലോ കോൺസ്റ്റന്റ് ആണല്ലോ, ടോട്ടൽ വോളിയം ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A1 A2 V2 is equal to A3 V3 എന്ന് കിട്ടും. A3 V3 നമുക്കറിയാം ഇവിടെ എന്താണ്? വെലോസിറ്റി അറ്റ് V3 is greater than V21. അങ്ങനെയാണെങ്കിൽ A3 by A2 is equal to V2 by V3. That is equal to എന്താണ്? root 2 HA by HT. നേരത്തെ ഈ പറഞ്ഞ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? root 2 HA by HT എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് വെലോസിറ്റി അറ്റ് 3 എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് 2നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അറ്റ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഏരിയ അറ്റ് 2നേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പ്രൂവിന്റെ ഇനീഷ്യൽ ഏരിയനേക്കാളും കുറവായിരിക്കും എന്ത്? സ്പ്രൂവിന്റെ ഈ ഒരു ഫൈനൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഈ 2 ഏരിയയും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2 ഏരിയയും ഈക്വൽ ആണെങ്കിൽ പിന്നെ ഏരിയ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെയുള്ള വെലോസിറ്റി
രണ്ട് ഏരിയ ഈക്വൽ ആണെങ്കിൽ ഇതിനിടയിൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതായത് രണ്ട് സ്ക്രൂവില് ടാപ്പേർഡ് അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോ പ്രഷർ സോൺ ഇവിടെ ക്രിയേറ്റ് ആവും. ഈ ഫ്ലോ എന്തായിരിക്കില്ല, കണ്ടിന്യൂസ് ഫിൽ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കില്ല, അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഏരിയ ഉണ്ട്. നെഗറ്റീവ് പ്രഷർ ഏരിയ ആകുമ്പോഴത്തേക്കും ഈ നമ്മുടെ സാൻഡ് മോൾഡിന്റെ ഉള്ളിലുള്ള, അതായത് നമ്മുടെ സാൻഡ് മോൾഡിലുള്ള ഇതിൽ എയർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗ്യാസസ് എൻട്രാപ്ഡ് ഗ്യാസസ് എന്ത് ചെയ്യും, ഇതിലൂടെ ഈ നെഗറ്റീവ് പ്രഷറിലേക്ക് ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ മോൾട്ടൺ മെറ്റലിലേക്ക് എൻട്രാപ്പ് ചെയ്യപ്പെടും. അതായത് ഈ മോൾട്ടൺ മെറ്റലിൽ ഗ്യാസ് എൻട്രാപ്പ് ചെയ്തിട്ട് അതവിടെ എത്തും, മോൾഡ് ക്യാവിറ്റിയിൽ എത്തും, അവിടെ ഡിഫക്റ്റീവ് കാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആസ്പിറേഷൻ എഫക്ട് അല്ലെങ്കിൽ ആസ്പിറേഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നത്, നെഗറ്റീവ് പ്രഷർ കാരണം പെർമിയബിൾ മോൾഡിലൂടെ ഗ്യാസസ് എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റലിലേക്ക് വരും. മോൾട്ടൺ മെറ്റലിലേക്ക് വന്നിട്ട് മോൾട്ടൺ മെറ്റലായിട്ട് മിക്സ് ആയിട്ട് മോൾഡ് ക്യാവിറ്റിയിലെത്തും. അവിടെ കാസ്റ്റിംഗ് എന്തായിരിക്കും, ഡിഫക്റ്റീവ് കാസ്റ്റിംഗ്, അവിടെ ഹോൾസ് എയർ ട്രാപ്പുകൾ അല്ലെങ്കിൽ ഗ്യാസ് ട്രാപ്പുകൾ ഉണ്ടാവും, കാസ്റ്റിംഗിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രൂവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ഒരു ടാപ്പേർഡ് ഷേപ്പ് ആയിരിക്കും. ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത്, അപ്പൊ ടാപ്പേർഡ് ഷേപ്പ് ആയിരിക്കും. ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത് പരാബോളിക് ഷേപ്പാണ്. പരാബോളിക് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഈ ഒരു വെലോസിറ്റി ഡിഫറൻസ് കൂടാതെ അവിടെ ഡ്രാഗ് കാരണം ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പും ഉണ്ടാവും. കൂടി ഉണ്ടാവും. അതുകൂടി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരു പരാബോളിക് ഷേപ്പാണ് ഐഡിയൽ ഷേപ്പ്. സ്ക്രൂവിന്റെ ഐഡിയൽ ഷേപ്പ് എന്താണ്, പരാബോളിക് ഷേപ്പാണ്. ഇനി നെക്സ്റ്റ്, ഈ ലാർജ് വലിയ ഹയർ കാസ്റ്റിംഗിന്റെ ഒക്കെ കേസിൽ ചിലപ്പോൾ ടാപ്പേർഡ് സ്ക്രൂ അല്ലെങ്കിൽ കൂടെ സ്ക്രൂവിന്റെ എൻഡിൽ ഇതേപോലെ ഡിക്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. ചോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ റെഡ്യൂസ്ഡ് ഏരിയ. അപ്പൊ ഇതിന്റെ എഫക്ട് എന്തായിരിക്കും, ഫൈനൽ എഫക്ട് ടാപ്പേർഡ് ഏരിയയുടെ എഫക്ട് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഹയർ കാസ്റ്റിംഗിന്റെ കേസിൽ ഒന്നുകിൽ ഈ പിന്നെ സ്ക്രൂവിന്റെ എൻഡിലോ അല്ലെങ്കിൽ റണ്ണറിന്റെ സ്റ്റാർട്ടിങ്ങിലോ ഇതേപോലെ ചോക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ റെഡ്യൂസ്ഡ് ഏരിയ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ സ്ക്രൂ ടാപ്പേർഡ് അല്ലെങ്കിൽ കൂടെ ഫൈനൽ എഫക്ട് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇതിനാണ് എന്ത് പറയുന്നത്, ചോക്ക് എന്ന് പറയുന്നത്. ചോക്ക് കോർ അല്ലെങ്കിൽ റണ്ണർ ചോക്ക് എന്നൊക്കെ പറയാം. ഇനി നെക്സ്റ്റ്, സ്ക്രൂ ബേസ് അല്ലെങ്കിൽ വെൽ. ഈ സ്ക്രൂവിന്റെ ബോട്ടത്തിൽ, അതായത് റണ്ണറിന്റെ സ്റ്റാർട്ടിങ്ങിൽ സ്ക്രൂവിന്റെ ബോട്ടത്തിൽ കാണുന്ന ഈ ഒരു പാർട്ടിനെ, ആ ഒരു പിന്നെ റിസർവോയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രൂ ബേസ് ലെവൽ അല്ലെങ്കിൽ സ്പ്ലാഷ് കോർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇതൊരു മോൾട്ടൺ മെറ്റലിന്റെ റിസർവോയർ പോലെ അവിടെ നിന്നായിരിക്കും ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. വെർട്ടിക്കലി വരുന്ന മോൾട്ടൺ മെറ്റൽ റണ്ണറിലേക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ആണത്. അവിടെ അതിന്റെ കൈനറ്റിക് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റലിലെ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതിനുള്ള ഫംഗ്ഷനാണ് സ്ക്രൂ ബേസ് അല്ലെങ്കിൽ വെല്ല് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, റണ്ണർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് റണ്ണർ എന്ന് പറയുന്നത്. ഗേറ്റിംഗ് സിസ്റ്റത്തിൽ റണ്ണർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും എന്തുണ്ടാവുക, റണ്ണർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, റണ്ണർ എന്ന് പറയുന്നത്. അതായത് പാസേജ്, സ്ക്രൂവിന്റെ എൻഡിനെയും മോൾഡ് ക്യാവിറ്റിന്റെ ഇൻഗേജ് അല്ലെങ്കിൽ ഗേറ്റിന്റെ ഇൻഗേജിനെയും മോൾഡ് ക്യാവിറ്റിയിലേക്കുള്ള ഇൻഗേജിലേക്കും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് റണ്ണർ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മോൾട്ടൺ മെറ്റല് ഇൻഗേജിലേക്ക് പാസ് ചെയ്യുന്നത്. സ്ക്രൂവിനെയും ഇൻഗേറ്റിനെയും കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പം സാധാരണഗതിയിൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതായത് സാധാരണഗതിയിൽ ഈ പാർട്ടിംഗ് ലൈനിലാണ് സാൻഡ് മോൾഡിങ്ങിൽ കൂടുതലും റണ്ണർ ഉണ്ടാവും. അതായത് ഈ ടോപ്പ് കോപ്പ് പാർട്ടിന്റെയും ബോട്ടം ഡ്രാഗ് പാർട്ടിന്റെയും ഈ ഒരു പാർട്ടിംഗ് ലൈൻ ഉണ്ടല്ലോ, അതിന്റെ പാരലായിട്ട് ഹൊറിസോണ്ടലി ആ പാർട്ടിംഗ് ലൈനിലാണ് സാധാരണഗതിയിൽ കോമൺ ആയിട്ട് എന്തുണ്ടാവുക, റണ്ണർ ഉണ്ടാവുക. പക്ഷെ ചില കേസുകളിൽ അതായത് ഫെറസ് മെറ്റീരിയൽസിന്റെ ഒക്കെ പോലെ കേസുകളിൽ നമ്മുടെ ഈ റണ്ണർ പിന്നെ കോപ്പിലും അതായത് ഈ ടോപ്പ് പോർട്ടിലും ഇൻകേസ് ഡ്രാഗിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ പാർട്ടിംഗ് ലൈൻ ഇതാണല്ലോ. അപ്പോൾ റണ്ണർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് റണ്ണർ കംപ്ലീറ്റ് ആയിട്ട് ഇൻഗേറ്റ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ റണ്ണറിന്റെ ഏരിയനേക്കാളും
കുറവായിരിക്കും. അപ്പം ഇതിലൂടെ റണ്ണറിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് മോൾട്ടൺ മെറ്റൽ പാസ് ചെയ്തിട്ട് താഴെ ഡ്രാഗ് പാർട്ടിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഫിൽ ആകുന്നത്. അപ്പം ഈ റണ്ണറിന്റെ ടോപ്പ് പാർട്ടിൽ ഇമ്പ്യൂരിറ്റീസ് ടോപ്പ് പാർട്ടിൽ ഫ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ട്രാപ്പ് ആവും, ടോപ്പ് പാർട്ടിൽ ട്രാപ്പ് ആവും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ചില കേസുകളിൽ എന്ത് ചെയ്യുന്നത്, റണ്ണർ കോപ്പില് അതായത് ടോപ്പ് പാർട്ടിൽ കട്ട് ചെയ്തിട്ട് ഡ്രാഗിൽ ഇൻഗേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെറസ് മെറ്റീരിയൽസിന്റെ ഒക്കെ കേസിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് റണ്ണറിൽ അതായത് സ്ക്രൂവിൽ നിന്ന് റണ്ണറിലേക്കുള്ള ഈ ഡയറക്ഷൻ ചേഞ്ച് ഈ പോയിന്റിൽ ഷാർപ്പായിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റെഡ്യൂസ്ഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു റെഡ്യൂസ്ഡ് ഏരിയ ആയിട്ട് ഇങ്ങനെയായിരിക്കും ഫ്ലോ ഉണ്ടാവുക. അപ്പം ഈ ഒരു റെഡ്യൂസ്ഡ് ഏരിയ കാരണം അവിടെ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും, അവിടെ ഇറോഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മോൾഡ് ക്യാവിറ്റി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റണ്ണറിന്റെ പാർട്ട് ഇറോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു വെന കോൺട്രാക്ട ഷേപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും, ആ ഒരു ഇറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റെഡ്യൂസ് ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ അവിടെ പ്രൊവൈഡ് ചെയ്യും. റണ്ണറിന്റെ കേസിൽ എന്താണ്, ഒരു വെന കോൺട്രാക്ട നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി റണ്ണറിൽ വരുന്ന നെക്സ്റ്റ് ഒരു അറ്റാച്ച്മെന്റ് ആണ് എന്ത്, സ്കിംബോബ് എന്നുള്ളത്. സ്കിംബോബ് എന്ന് പറയുന്നത് ഒരു ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ മോൾട്ടൺ മെറ്റലിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻലാർജ്ഡ് ഏരിയ അലോങ് ദ റണ്ണർ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസ്, ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസ് ഈ സ്കിംബോബിന്റെ ടോപ്പ് പാർട്ടിൽ എന്ത് ചെയ്യും, ട്രാപ്പ് ആവും. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസ് ഈ സ്കിംബോബിന്റെ ബോട്ടം പാർട്ടിൽ ട്രാപ്പ് ആവും. അങ്ങനെ റിമൈനിങ് പ്യുവർ മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്ത മോൾട്ടൺ മെറ്റൽ ആയിരിക്കും എന്ത് വരുന്നത്, ഇൻഗേജ്സിലേക്കും മോൾഡ് ക്യാവിറ്റിയിലേക്കും വരുന്നത്. അപ്പം അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്കിംബോബിന്റെ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് ഗേറ്റ്സിനെ നമ്മൾ എന്ത് പറയും, ഇൻഗേജ് എന്നുകൂടി പറയും. ഇവിടെ ഗേറ്റ് ത്രൂ ആണ് മോൾഡ് ക്യാവിറ്റിയിലേക്ക് മോൾട്ടൺ മെറ്റൽ പാസ് ചെയ്യുന്നത്. അതായത് റണ്ണറിൽ നിന്ന് വരുന്ന മോൾട്ടൺ മെറ്റൽ ഗേറ്റ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, മോൾഡ് ക്യാവിറ്റിയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻഗേജിന്റെ ഷേപ്പും ക്രോസ് സെക്ഷനും ഒക്കെ അതിന്റെ കാസ്റ്റിംഗിന്റെ ഷേപ്പിനെയും സൈസിനെയും സോളിഡിഫിക്കേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഗേറ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗേജിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഗേറ്റിനെ ടോപ്പ് ഗേറ്റ്, പാർട്ടിംഗ് ഗേറ്റ്, ബോട്ടം ഗേറ്റ്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഗേറ്റ്, ഇങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട്, ഗേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ചിട്ട്. അതിൽ ആദ്യം വരുന്നതാണ് ടോപ്പ് ഗേറ്റ് എന്ന് പറയുമ്പോൾ മോൾഡ് കാസ്റ്റിംഗിന്റെ ടോപ്പ് പാർട്ടിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഗേറ്റിന്റെ കേസിൽ പ്യൂറിംഗ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഫില്ലിംഗ് ടൈം എന്ന് പറയുന്നതായിരിക്കും വളരെ കുറവായിരിക്കും, വളരെ സ്പീഡിലായിരിക്കും അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെറ്റൽ ഇറോഷൻ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം, മാഗ്നീഷ്യം പോലെ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റൽസ്, അങ്ങനെയുള്ള കേസിൽ ഈ പിന്നെ ഗ്യാസ് ഈ ടർബുലൻസ് കാരണം ഇതിലേക്ക് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടി ഉള്ളതുകൊണ്ട് ആ കേസിൽ അലൂമിനിയത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ഒക്കെ കേസിൽ ടോപ്പ് ഗേറ്റ് നമ്മൾ ഉപയോഗിക്കാറില്ല. ടോപ്പ് ഗേറ്റിന്റെ പ്രശ്നം എന്താണ്, വളരെ സ്പീഡിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടർബുലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മെറ്റൽ സാൻഡ് മോൾഡിന്റെ ഇറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കാസ്റ്റിംഗിൽ ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായിരിക്കും, സോളിഡിഫിക്കേഷൻ വളരെ അല്ലെങ്കിൽ ഫില്ലിങ് വളരെ ഫാസ്റ്റർ ആയിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഡയറക്ഷനും സോളിഡിഫിക്കേഷനും പ്രോപ്പർ ആയിട്ട് നടക്കും. ഇനി നെക്സ്റ്റ് ബോട്ടം ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണിച്ചതുപോലെ തന്നെ ഡ്രാഗിലൂടെ ആയിരിക്കും ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് മോൾഡ് ക്യാവിറ്റിന്റെ ബോട്ടം സൈഡിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ബോട്ടം സൈഡിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഗ്രാജുവൽ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്, ടർബുലൻസ് ഉണ്ടാവില്ല, മോൾഡ് ഇറോഷൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുതലാണ്. പിന്നെ ഒരു ഡയറക്ഷണൽ സോളിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ സോളിഡിഫൈ ചെയ്ത് വരുന്നത് റൈസറിന്റെ സോളിഡിഫൈ ചെയ്തിട്ട് ലോങ് പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ നിന്ന് റൈസറിന്റെ സൈഡിലേക്കാണ്
സോൾഡിഫൈ ചെയ്ത് വരേണ്ടത്. പക്ഷെ ഇവിടെ ടോപ്പ് പ്രൈസറിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ബോട്ടത്തിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഈ ഹീറ്റ് കാവിറ്റി ഇത് മെറ്റൽ എന്ത് ചെയ്യും, കൂൾ ചെയ്യാൻ തുടങ്ങും. മെറ്റൽ കൂൾ ചെയ്യാൻ തുടങ്ങി റൈസറിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ അവിടെ കൂളിംഗ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ സോൾഡിഫിക്കേഷൻ എന്തെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കില്ല ഈ ഒരു ബോട്ടം കേസിന്റെ കേസിൽ. അപ്പം ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയ ലാർജ് സൈസിലായിട്ടുള്ള സ്റ്റീൽ കാസ്റ്റിംഗിന്റെ ഒക്കെ കേസിലാണ് ഈ ബോട്ടം ഗേറ്റ് സ്യൂട്ടബിൾ. ഇനി പാർട്ടിംഗ് ഗേറ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് സാൻഡ് കാസ്റ്റിംഗിൽ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് ഗേറ്റ് ആണ്. അതായത് പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറയുന്നത് ഇത് കോപ്പിന്റെയും ഡ്രാഗന്റെയും അതായത് പാർട്ടിംഗ് പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗേറ്റിന്റെ എൻട്രൻസ് വരുന്നത് പാർട്ടിംഗ് പ്ലെയിനിൽ. അതായത് രണ്ട് ടോപ്പ് പാർട്ട് കോപ്പിന്റെയും ബോട്ടം പാർട്ട് ഡ്രാഗന്റെയും ഈ ടോപ്പ് പാർട്ടിന്റെയും ബോട്ടം പാർട്ടിന്റെയും ഈ ഒരു പാർട്ടിംഗ് ലൈൻ ഉണ്ടല്ലോ അതിലായിരിക്കും മോൾഡ് ക്യാവിറ്റിയിലേക്കുള്ള ഗേറ്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് ഇതില് മോൾഡ് ക്യാവിറ്റിയുടെ ടോപ്പ് പാർട്ടിന് അതായത് ഈ ടോപ്പ് പോർഷനിലുള്ള കോപ്പിലുള്ള മോൾഡ് ക്യാവിറ്റിന്റെ പാർട്ടിന് ഈ ഗേറ്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഒരു ബോട്ടം ഗേറ്റ് ആയിട്ടും. അതേസമയം മോൾഡ് ക്യാവിറ്റിന്റെ ബോട്ടം പാർട്ടില്ല ഡ്രാഗിലുള്ള പാർട്ടിന് എന്താണ്, ഒരു ടോപ്പ് ഗേറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഗേറ്റ് അറേഞ്ച്മെന്റ് കൂടിയാണ് ഇത് ഈ പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, അവിടെ ഒരു ടോപ്പ് ഗേറ്റിന്റെയും ബോട്ടം ഗേറ്റിന്റെയും ഒരു മിക്സ് പോലെയാണ് ഉണ്ടാവുക പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് പകുതി പാർട്ടിന് അതൊരു ടോപ്പ് ഗേറ്റ് ആയിരിക്കും, പകുതി പാർട്ടിന് അതൊരു ബോട്ടം ഗേറ്റ് ആയിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ സാൻഡ് കാസ്റ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, പാർട്ടിംഗ് ഗേറ്റ് ആണ്, പാർട്ടിംഗ് ലൈൻ ഗേറ്റിംഗ് ആണ്. ഇനി അടുത്തത് സ്റ്റെപ്പ് ഗേറ്റ് പേര് പോലെ തന്നെ അതിന്റെ ഇൻഗേഴ്സ് ഒരു നമ്പർ ഓഫ് വെർട്ടിക്കൽ സ്റ്റെപ്പാണ് ഉണ്ടാവുക. ഇതേപോലെ നമ്പർ ഓഫ് വെർട്ടിക്കൽ സ്റ്റെപ്പുകൾ ഇതേപോലെ ആയിരിക്കും എന്തുണ്ടാവുക, ഗേറ്റിന്റെ ഓപ്പണിംഗ് ഉണ്ടാവുക. ഏറ്റവും ബോട്ടത്തില് ഏരിയ എന്തായിരിക്കും, ഗേറ്റ് ഓപ്പണിംഗിന്റെ ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം ബോട്ടത്തിൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്, പിന്നെ നെക്സ്റ്റ് ഗ്രാജുവൽ ആയിട്ട് മുകളിലേക്ക് ഫില്ല് ചെയ്ത്. അപ്പോൾ ഇവിടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഗ്രാജുവൽ ആയിട്ടാണ് മോൾഡ് ക്യാവിറ്റിയിലേക്ക് മോൾട്ടൻ മെറ്റൽ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോൾഡ് ഇറോഷനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ സൗണ്ട് ആയിട്ട് വളരെ നല്ല കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഗേറ്റിംഗ് സിസ്റ്റമാണ് ഈ സ്റ്റെപ്പ് ഗേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള മെറ്റൽസിനും ഹെവി ആയിട്ടുള്ള കാസ്റ്റിംഗിന്റെ കേസിലും ലാർജ് സൈസ് കാസ്റ്റിംഗിന്റെ കേസിലൊക്കെയാണ് ഈ സ്റ്റെപ്പ് ഗേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ എന്തായിരിക്കും, ഗ്രാജുവൽ ആയിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മോൾട്ടൻ മെറ്റല് മോൾഡ് കാവിറ്റിയിലേക്ക് ഫില്ല് ചെയ്ത് വരും. അപ്പം ഇത്രയുമാണ് പൊസിഷൻ അനുസരിച്ചിട്ട് ഗേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ടോപ്പ് ഗേറ്റ്, പാർട്ടിംഗ് ഗേറ്റ്, ബോട്ടം ഗേറ്റ്, സ്റ്റെപ്പ് ഗേറ്റ്. ഇനി നെക്സ്റ്റ് ഗേറ്റ് റേഷ്യോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്, ഗേറ്റ് റേഷ്യോ. ഈ ഗേറ്റ് റേഷ്യോ എന്താണെന്ന് തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ഗേറ്റ് റേഷ്യോ എന്ന്? ഗേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ സ്പ്രൂ ഏരിയ ടു റണ്ണർ ഏരിയ ടു ഗേറ്റ് ഏരിയ. സ്പ്രൂ ഏരിയ ടു ടോട്ടൽ റണ്ണർ ഏരിയ, ടോട്ടൽ ഗേറ്റ് ഏരിയ. അപ്പോൾ ഇതാണ് ഗേറ്റ് റേഷ്യോ ഓഫ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്പ്രൂ ഏരിയ ഈസ് ടു റണ്ണർ ഏരിയ ടു ഗേറ്റ് ഏരിയ. അപ്പോൾ ഈ ഗേറ്റ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗേറ്റ് ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ പ്രഷറൈസ്ഡ് സിസ്റ്റവും നോൺ പ്രഷറൈസ്ഡ് സിസ്റ്റവും. അപ്പം ഓരോ കാസ്റ്റിംഗിനനുസരിച്ച് അതിന്റെ സൈസിനും മെറ്റീരിയൽസിനൊക്കെ അനുസരിച്ച് ഗേറ്റ് ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും, ഗേറ്റ് റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രഷറൈസ്ഡ് അല്ലെങ്കിൽ ചോക്കിംഗ് ഗേറ്റിംഗ് സിസ്റ്റവും നോൺ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റമാണ്. ഗേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം എന്താണ്, നോൺ പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം എന്താണ്? പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ എപ്പോഴും സിസ്റ്റത്തിൽ ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവും. ഈ ബാക്ക് പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഗേറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഗേറ്റിന്റെ ഓപ്പണിംഗ് അതായത് ഇൻഗേറ്റ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഇൻഗേറ്റ്സ് ഒരു ചോക്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റത്തിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവും. സ്ക്രൂ എപ്പോഴും ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആസ്പിരേഷൻ എഫക്ട്, ഗ്യാസ് എൻട്രാപ്പ് ചെയ്യാനുള്ള എഫക്ട് ചാൻസ് എന്താണ്, വളരെ കുറവാണ്. എപ്പോഴും ഒരു ബാക്ക് പ്രഷർ അവിടെ ഉണ്ട്. അപ്പം ബാക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ടർബുലൻസിനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ മോൾഡ് ഇറോഷനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു സിസ്റ്റം പറഞ്ഞാൽ അത് പ്രഷറൈസ്ഡ് സിസ്റ്റം ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ട് പറയാൻ പറ്റുന്നത് ഗേറ്റ് റേഷ്യോ വെച്ചിട്ട് പറയാൻ പറ്റും. എപ്പോഴും ഗേറ്റ് റേഷ്യോ പറയുമ്പോൾ പ്രഷറൈസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഗേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്
സ്പ്രൂ ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ. റണ്ണർ ഏരിയയും ഗേറ്റ് ഏരിയയും എന്തായിരിക്കും സ്പ്രൂ ഏരിയനേക്കാൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്കത് പ്രഷറൈസ്ഡ് സിസ്റ്റം ആണോ നോൺ പ്രഷറൈസ്ഡ് സിസ്റ്റം ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഗേറ്റ് ഏരിയ കുറവായതുകൊണ്ട് തന്നെ നോൺ പ്രഷറൈസ്ഡ് സിസ്റ്റത്തിന് കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ വോളിയം ആയിരിക്കും സ്മോളർ വോളിയം ഫ്ലോ ആയിരിക്കും എന്തുണ്ടാവുക മോൾട്ടൺ മെറ്റലിന് ഉണ്ടാവുക. അയൺ, സ്റ്റീൽ ഇതുപോലെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ പ്രഷറൈസ്ഡ് സിസ്റ്റം കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചോക്ക്ഡ് സിസ്റ്റം അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഇൻഗേറ്റ്സിന്റെ ഏരിയ കുറവായിരിക്കും. ഈ ഇൻഗേറ്റ്സ് ആണ് ഒരു ചോക്കായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് ഒരു ബാക്ക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. ആ ബാക്ക് പ്രഷർ കാരണം എപ്പോഴും സ്പ്രൂ എന്തായിരിക്കും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതായത് സ്ട്രെയിറ്റ് സ്പ്രൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടെ സ്പ്രൂ കംപ്ലീറ്റ്ലി ഫിൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ആസ്പിറേഷൻ എഫക്റ്റിനുള്ള ചാൻസ് ഉണ്ടാവില്ല. പിന്നെ ബാക്ക് പ്രഷർ കാരണം ഒരു ടർബുലൻസിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മോൾഡ് ഇറോഷനിന് ചാൻസ് കൂടുതലാണ് എന്ത് പ്രഷറൈസ്ഡ് ഗേറ്റ് സിസ്റ്റത്തിൽ. ഇനി നെക്സ്റ്റ് അൺപ്രഷറൈസ്ഡ് സിസ്റ്റത്തിൽ ഈ സ്പ്രൂ ബേസ് ആണ് ചോക്ക് പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് റെഡ്യൂസ് ഏരിയ അല്ലെങ്കിൽ ചോക്കിംഗ് എഫക്ട് ഉണ്ടാവുക സ്പ്രൂ ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ഇങ്ങോട്ട് സ്പ്രൂ കഴിഞ്ഞിട്ട് റണ്ണർ ഏരിയ ആണെങ്കിൽ ഗേറ്റ് ഏരിയ ആണെങ്കിൽ എന്തായിരിക്കും ഇൻക്രീസിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. സ്പ്രൂ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ റണ്ണർ ഏരിയയും ഗേറ്റ് ഏരിയ എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഗേറ്റ് റേഷ്യോ എപ്പോഴും നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്പ്രൂ ഏരിയനേക്കാൾ കൂടുതലായിരിക്കും റണ്ണർ ഏരിയയും ഗേറ്റ് ഏരിയ. അപ്പോൾ ഗേറ്റ് റേഷ്യോ ഇൻക്രീസിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. ഗേറ്റ് റേഷ്യോ നമുക്ക് ഡിഫറെന്റ് സിസ്റ്റത്തിന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ 1.2:2 വരുന്നുണ്ട്, 1.2:4, 1.3:3. അതുപോലെ ഡിഫറെന്റ് സിസ്റ്റത്തിന് ഡിഫറെന്റ് ഗേറ്റ് ഏരിയ ആയിരിക്കും. പക്ഷെ അൺപ്രഷറൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും ഗേറ്റ് ഏരിയ സ്പ്രൂ ഏരിയനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഗേറ്റ് റേഷ്യോ സ്പ്രൂ ഏരിയനേക്കാൾ കൂടുതലായിരിക്കും എന്ത് റണ്ണർ ഏരിയയും ഗേറ്റ് ഏരിയയും. അപ്പോൾ ഗേറ്റ് റേഷ്യോ എന്തായിരിക്കും ഇൻക്രീസിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. അതേസമയം പ്രഷറൈസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് സ്പ്രൂ ഏരിയനേക്കാൾ കുറവായിരിക്കും റണ്ണർ ഏരിയയും ഗേറ്റ് ഏരിയയും. അപ്പം ഗേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ ഗേറ്റ് റേഷ്യോ നോക്കിയിട്ട് നമുക്കത് നോൺ പ്രഷറൈസ്ഡ് സിസ്റ്റം ആണോ പ്രഷറൈസ്ഡ് സിസ്റ്റം ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സാധാരണഗതിയിൽ ഈ അലൂമിനിയം, മഗ്നീഷ്യം ഇതുപോലെയുള്ള ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റൽസിന്റെ കേസിൽ, അതായത് ടർബുലൻസ് വളരെ കുറവായിരിക്കണം അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഫീഡ് ചെയ്യേണ്ട കേസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ആസ്പിറേഷൻ എഫക്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള കേസിലാണ് ഈ നോൺ പ്രഷറൈസ്ഡ് സിസ്റ്റം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.